പത്രമൊക്കെ വായിക്കാൻ സമയം കിട്ടാറുണ്ടോ ഈ പത്രം കൊടുക്കുന്നതിനിടയിൽ? ഇല്ല, നമ്മ വായിക്കും. എത്ര നാൾ കൊണ്ട് ഈ പത്രവിതരണം നടത്തുന്നു? 49 വർഷം. 49 വർഷം. അതായത് അടുത്ത ഒരു വർഷമാകുമ്പോ അര നൂറ്റാണ്ട് പൂർത്തിയാക്കും. മതിയാക്കും. എന്താ മതിയാക്കൂ? എന്തത് നൂറ്റാണ്ട് പണ്ട് സൈക്കിളിലല്ലേ കൊണ്ടിരുന്നത്? അതെ, സൈക്കിളിൽ. ഞാൻ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ എടുത്ത് വന്നു. റെയിൽവേ സ്റ്റേഷനിൽ അവിടുന്ന് എടുത്ത് ഇവിടെ ചെറുത്തൂരിന്ന് കൊണ്ടുവന്നിട്ട് എത്ര കിലോമീറ്റർ സൈക്കിൾ വിട്ട് വരുന്ന ഒരു ദിവസം? അന്ന് ഒരുപാട് ചോട്ടു. എത്ര ദൂരം പോകും? ഒരു 10-15 കിലോമീറ്റർ. 15 കിലോമീറ്റർ അതിന് മേലെ പോകും. അതിന് മേലെ പോകും. ദിവസം രാവിലെ എത്ര മണിക്ക് എണീക്കും? 2 മണിക്ക്. 2 മണിക്ക് എണീക്കും. നമ്മുടെ കേരളത്തെ ഈ വാർത്താ സാക്ഷരരാക്കി മാറ്റിയ മനുഷ്യരെ കുറിച്ച് നമ്മൾക്ക് എപ്പോഴും കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടായിരുന്നത് ഈ പറയുന്ന ചേട്ടന്റെ പേരെന്തായിരുന്നു? മോഹനൻ ചേട്ടനെ പോലെയുള്ള ചില ചേട്ടൻ. അമ്പിളി മോഹൻ എന്ന് പറയണം. ഈ അമ്പിളി എന്ന് പറയുന്നത് ഭാര്യയാണോ? അല്ലല്ല, ഞാനൊരു ബിൽഡിംഗ്. അതാണ് ശരി. ഞാൻ വിചാരിച്ചു ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് പേര് മാറ്റി അമ്പിളി മോഹൻ ഇട്ടോ എന്ന് വിചാരിച്ചു. മാനത്ത് കാണുന്ന ഒരു അമ്പലം, മാനത്ത് കാണുന്ന അമ്പിളി അല്ലേ? ഓക്കെ. അപ്പോൾ മോഹൻ ചേട്ടനെ പോലെയുള്ള നിരവധി പത്രവിതരണം നടത്തുന്ന മനുഷ്യരുണ്ട് അല്ലേ? അവരെയൊക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കുമായിരുന്നു. കുട്ടിക്കാലത്ത് നമ്മൾ കാത്തിരിക്കുന്ന എന്തിനു വേണ്ടിയെന്നറിയോ ചേട്ടന്മാരെ? അല്ല, കുട്ടിക്കാലത്ത് പേപ്പറൊന്നും അല്ല നമ്മൾ നോക്കുന്നത്. ബാലരമ, പൂമ്പാറ്റ ഇതൊക്കെ കൊണ്ടുവരുന്നത് നിങ്ങളായിരുന്നു അന്ന് അക്കാലത്ത്. പിന്നെ ആഴ്ചപ്പതിപ്പുകൾ വരും. ഈ ആഴ്ചപ്പതിപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കേരളത്തിലെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ സാക്ഷരരാക്കി മാറ്റിയത് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ വലിയ സേവനം ചെയ്ത ആൾക്കാരാണ്. ശരിക്കും നമ്മളെയൊക്കെ പത്രപ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപ്, നമ്മളെയൊക്കെ വാർത്ത എത്തിക്കുന്നതിന് മുമ്പ് വാർത്ത എത്തിച്ചു തുടങ്ങിയ മനുഷ്യരാണ്. എനിക്ക് കേട്ടോ. അപ്പോൾ ജീവിതം ഹാപ്പി ആയിട്ട് പോകുന്നു.